ഞാൻ ഇപ്പൊ കയറി കണ്ടിട്ട് ഇറങ്ങിയത്. അവസ്ഥ എന്ന് പറഞ്ഞത് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കാലൊക്കെ പിടിച്ചപ്പോൾ ഫുൾ ഐസ് പോലെ കിടക്കുക. ഒരു അനക്കമില്ല, ഒന്നുമില്ല, ഒരു അനക്കമില്ല. എനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയില്ല, എങ്ങനെ പറയണമെന്നും അറിയില്ല. ഇപ്പോ അവര് എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാല് 1 മണിക്ക് അവര് ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാ ഡോക്ടർമാരും കൂടി വന്നിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷമേ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത്രയും സമയമായില്ലേ, ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പറ്റുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ കയറി കണ്ട അത്ര സമയം വെച്ചിട്ട് ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴേ സത്യം പറഞ്ഞ കൊച്ചവിടെ കിടക്കണത്. അത് എനിക്കറിയാം. അങ്ങനെയാണ് കിടക്കണത്. പാതി കണ്ണടച്ച് ഒരു തൊടുമ്പോ ഫുൾ ഐസാണ്, ദേഹം മൊത്തം ഐസാണ്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതാണ് സത്യം. എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞാല് എന്റെ കൊച്ചിന് നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം. അതിപ്പോ ഇവിടെ ആയാലും എവിടെ ആയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടണം. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. ഇപ്പൊ ഇത്ര സമയമായി, ഞങ്ങൾ എന്ത് ചെയ്യും? ഉച്ചയ്ക്ക് ശേഷം അവര് പറയാണ് ഇനി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആളില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരോട് പോയി? 19 വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ കുഞ്ഞിന്, ജീവിക്കാൻ പോലും കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് വന്ന കുട്ടിയാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി കിടക്കുന്ന ട്രീറ്റ്മെന്റ് ഇല്ലാതെ. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും കാര്യമില്ല. രണ്ടുപേരെയാണ് അയാൾ അത് ചെയ്യാൻ നോക്കിയത്. 2 ജീവനാണ് അയാൾ അത്രയും ഇത് ചെയ്തത്. അതും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി ഒരു ആണൊരുത്തം ഇരുന്നിട്ട് അത് അന്വേഷിക്കാനോ തിരക്കാനോ ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. നമുക്ക് ആകെ സുരക്ഷിതത്വം കിട്ടുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ്. അവിടെ അതില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ലേഡീസിലാണ് കയറിയത്. ലേഡീസിലാണ് കയറിയത്. ഏത് കമ്പാർട്ട്മെന്റിലായാലും ഒരു ഗേൾസിന്, അതായത് പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം വേണോ വേണ്ടേ? എത്ര കേസായി ഇപ്പം ഈ റെയിൽവേയില്? ജനറലിൽ പോയതാണല്ലോ സൗമ്യ കേസ് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോയൊരു പെൺകുട്ടിയാണ്. ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. ഞങ്ങളിലെ പട്ടിയെ പോലെ ഇവിടെ വന്ന് കിടക്കുന്ന അവർ പറയുന്ന ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ആരുണ്ട് ചോദിക്കാൻ? ഉച്ചയ്ക്ക് ശേഷം ബോർഡ് മീറ്റിംഗ് കൂടിയതിനു ശേഷം കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാന്നാണ്. ഇന്നലെ പറ്റിയ സംഭവം ഇവിടെ കൊണ്ടുവന്നതാണ്. കുട്ടിയെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതുവരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. ഇന്റേണൽ ബ്ലീഡിംഗ് ആണെന്ന് പറയുന്നവര്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെയോ വെച്ച് അതിന് സഡേഷൻ കൊടുത്ത് ഇവിടെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഈ ഡോക്ടർമാരുടെ അറിയില്ല. ഞാൻ വന്ന് കാണുന്നത് ഇപ്പൊ എന്റെ കുട്ടീനെ ഞാൻ ഇപ്പോഴേ വന്ന് കാണുന്നത്. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്ന് കാണുന്നത് ഈ ഒരു അവസ്ഥയാണ്. അത് ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് 1 മണിക്ക് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. MRI സ്കാൻ ചെയ്യാൻ പോലെ അതിനുശേഷം എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്താ ചെയ്യണ്ടേ?